الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون حتى إذا جاء أحدهم الموت قال رب ارجعون لعلي أعمل صالحا فيما تركت كلا إنها كلمة هو قائلها ومن ورائهم برزخ إلى يوم يبعثون സ്നേഹാദരണീയരായ സത്യവിശ്വാസി വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷ്മതയോടുകൂടി കാത്തു സൂക്ഷിക്കണേ എന്ന് സ്വന്തത്തോട് തന്നെയും ഓരോരുത്തരോടും പ്രത്യേകമായി വസിയ്യത്ത് ചെയ്യുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. എത്ര പെട്ടെന്നാണ് സമയവും കാലവും വർഷവുമൊക്കെ കടന്നു പോകുന്നത്. ഏതൊരാളും പല തവണകളായി ആവർത്തിച്ചിട്ടുള്ള ഒരു വാചകമാണ് ഇത്. യഥാർത്ഥത്തിൽ എല്ലാ മനുഷ്യർക്കും 24 മണിക്കൂർ ലഭിക്കുന്നുണ്ട്. നമ്മുടെ ദുനിയാവിലുള്ള ആഗ്രഹത്തിൻ്റെ തിരക്കുകൾ കൊണ്ടും അത് നേടുവാനുള്ള താല്പര്യം കൊണ്ടും സമയം പോകുന്നത് നമ്മൾ അറിയുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. നമ്മളെ എല്ലാവർക്കും ആവശ്യമാണ്. നമ്മുടെ ഭാര്യയ്ക്ക്, നമ്മുടെ മക്കൾക്ക്, നമ്മുടെ മാതാപിതാക്കൾക്ക്, സുഹൃത്തുക്കൾക്ക് തുടങ്ങി ഈ ഒരു കാലത്ത് നമ്മെ എല്ലാവർക്കും ആവശ്യമാണ്. അതുമാത്രമല്ല, അവരുടെ എല്ലാവരുടെയും ഇഷ്ടവും സന്തോഷവും നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ലക്ഷ്യം കൂടിയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് സന്തോഷം ലഭിക്കുവാനും നമ്മുടെ ചുറ്റുപാടുമുള്ളവർ സുഖമായി ജീവിക്കുവാനും അവർക്കു വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നവരാണ് നമ്മിൽ മഹാഭൂരിപക്ഷവും. ഒരു മകൻ പിറന്നു, മകൾ പിറന്നു, അവിടെ നിന്ന് തുടങ്ങുന്നുണ്ട് അവൻ്റെ അല്ലെങ്കിൽ അവളുടെ ഒരു കരുതൽ, അവർക്ക് വേണ്ടിയുള്ള ഒരു അധ്വാനം. അത് പതിറ്റാണ്ടുകൾ നീണ്ട അധ്വാനമായി നമ്മുടെ ജീവിതത്തിലുണ്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ നല്ല സമയത്ത് നമ്മുടെ കൂടെ കൂടിയ നമ്മുടെ ഭാര്യ, അവളുടെ സന്തോഷവും സംതൃപ്തിയും ലഭിക്കുവാൻ വേണ്ടിയുള്ള ഓട്ടപ്പാച്ചിലിനിടയിലാണ് നമ്മളുള്ളത്. നമ്മൾ ഓഫീസിലോ ജോലി ചെയ്യുന്നവരാണ് എങ്കിൽ റിട്ടയർമെന്റ് ലൈഫിൽ നമുക്ക് ലഭിക്കുന്ന
അംഗീകാരങ്ങളും നമ്മെക്കുറിച്ചുള്ള നല്ല വാക്കുകൾക്കും വേണ്ടി അവിടെ നാം അധ്വാനിച്ചുകൊണ്ടേ ഇരിക്കുന്നു. ഇതൊന്നും വെറുതെയല്ല. ഇതൊക്കെ മനുഷ്യ ജീവിതത്തിന്റെ മൂല്യങ്ങളും താല്പര്യങ്ങളും ആണ്. അതോടൊപ്പം സഹോദരങ്ങളെ, ഈ ജീവിതത്തിന്റെ ഈ സുഖങ്ങളൊക്കെ മുറിച്ചു കളയുന്ന ഒരു കാര്യമുണ്ട്. അത് ഈ ദുനിയാവിൽ വെച്ച് നമുക്ക് അനുഭവപ്പെടുന്ന മരണമാണ്. മരണം ഒരു അവസാനമായിരുന്നുവെങ്കിൽ, അതിനപ്പുറത്തേക്ക് ഒന്നുമില്ലായിരുന്നുവെങ്കിൽ, അതിനപ്പുറം ഒരു അനുഭവമോ അല്ലെങ്കിൽ ജീവിതത്തിന്റെ പ്രതിഫലമോ ഇല്ലായിരുന്നുവെങ്കിൽ, നമ്മുടെ ജീവിതം ഇപ്പോൾ ഉള്ളത് ഏറ്റവും സുന്ദരമാണ്. എന്നാൽ നമ്മുടെ ഈ ദുനിയാവുമായുള്ള എല്ലാ ലദ്ദാത്തുകളും, എല്ലാ സുഖങ്ങളും സൗരഭ്യങ്ങളും അവസാനിക്കുന്നതാണ് മരണം. ആ മരണത്തിന് ശേഷം നമ്മുടെ ജീവിതം വിജയിക്കുമോ എന്നത് നമുക്ക് ഓരോരുത്തരും വിലയിരുത്തേണ്ടതാണ്. അതിന് വേറെ ഒരാൾക്ക് സാധ്യമല്ല. കൂടെ പതിറ്റാണ്ടുകൾ സഞ്ചരിച്ച ഭാര്യയ്ക്ക് പോലും എന്റെ ഭർത്താവിന്റെ ജീവിതം മരണത്തിന് ശേഷം സുരക്ഷിതമാണെന്ന് പറയുക സാധ്യമല്ല. നമ്മുടെ ജീവിതം കൊണ്ട് നമുക്ക് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുവാനുള്ള അമലുകളും വിശ്വാസങ്ങളും ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ പ്രതീക്ഷ വെക്കാൻ മാത്രമേ സാധ്യമാവുകയുള്ളൂ. പ്രതീക്ഷയോടുകൂടി അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ സ്വർഗം ലഭിക്കുന്നവരിൽ റഹ്മാനായ റബ്ബ് നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. വിശ്വാസികളെ, ഒന്ന് പരിശോധിക്കുവാനുള്ള സുന്ദരമായ ഒരു സമയമാണ് ഇത്. നാം ശഅബാനിലൂടെ ഏതാനും ദിവസങ്ങൾ കടന്നാൽ പരിശുദ്ധ റമളാൻ മാസത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ആ പരിശുദ്ധ റമളാനിനൊരു പ്രത്യേകതയുണ്ട്. നമ്മുടെ ജീവിതത്തിലെ ആരാധനകൾ കൊണ്ട് സമ്പുഷ്ടമാക്കാൻ, ആരാധനകൾ കൊണ്ട് എണ്ണിയാൽ കണക്കാക്കാത്ത, അള്ളാഹു ഉദ്ദേശിക്കുന്ന അത്ര മഹത്തായ പ്രതിഫലം ലഭിക്കുന്ന ഒരു മാസം. ആ മാസത്തിന് വേണ്ടി നമ്മുടെ ജീവിതത്തിൽ ഒരുങ്ങിയിട്ടുണ്ടോ എന്നത് നമ്മൾ ആലോചിക്കണം. അല്ല, നമ്മുടെ ഈ ജീവിതം ഇവിടെ അങ്ങ് ഒരു മെഴുകുതിരി അണയുന്നത് പോലെ, സ്വിച്ച് ഓഫ് ചെയ്യുമ്പോൾ ഒരു ബൾബ് കെട്ടുപോകുന്നത് പോലെ പൂർണ്ണമായ അന്ധകാരമാണോ നമ്മുടെ മുമ്പിലുള്ളത്? അതോ ഇതിനേക്കാൾ പ്രകാശപൂരിതമായ സന്തോഷത്തിന്റെ സ്വർഗമാണോ ഉള്ളത് എന്ന് ആലോചിക്കുവാനും ആലോചിച്ചു തീരുമാനമെടുക്കുവാനുമുള്ള ഒരു സന്ദർഭമാണ് ഇത്. ആഗ്രഹിച്ചവർ പലരുമുണ്ടായിരുന്നു. അവർക്കൊന്നും ഈ ദിനങ്ങളിൽ ജീവിച്ചിരിക്കുവാൻ സാധിച്ചില്ല. എത്ര ആളുകൾ മരണപ്പെട്ടു പോയി. നമ്മുടെ കൂട്ടുകുടുംബങ്ങൾ, ബന്ധുക്കൾ, നമ്മളെക്കാൾ പ്രായം കുറഞ്ഞവർ, അല്ലെ, നമ്മൾ തന്നെ ആ റമദാനിൽ എത്തിച്ചേരുമോ എന്നറിയുകയില്ല. റഹ്മാനായ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വിശ്വാസികളെ, ഈ ഒരു സന്ദർഭത്തിൽ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ച വലിയൊരു കാര്യമുണ്ട്. 14 നൂറ്റാണ്ടായി മുഅ്മിനീങ്ങളൊക്കെ ആ അസർ കേൾക്കുമ്പോൾ, അലി ഇബ്നു അബീ ത്വാലിബിന്റെ ദീർഘവീക്ഷണം കാണുമ്പോൾ, പ്രവാചകന്റെ അധ്യാപനങ്ങൾ ശരിയാവണ്ണം ഉൾക്കൊണ്ടതിന്റെ ആ ഒരു മഹത്വം നമുക്ക് ഉൾക്കൊള്ളുവാൻ പറ്റും. അദ്ദേഹം പറഞ്ഞു, ഇന്ന ദുനിയ, നിശ്ചയമായും ഈ ദുനിയാവ് ഖദ് ഇർതഹലത് മുദ്ബിറ, നമ്മെ പിറകിലാക്കി ദുനിയാവ് മുന്നോട്ട് പോകുന്ന, നമ്മള് അതിന്റെ ഏതോ ഒരു സെക്കൻഡിൽ നമ്മൾ ഈ ദുനിയാവെന്ന് വേർപ്പെടും. പക്ഷേ ദുനിയാവ് മുന്നോട്ട് പോകും. പക്ഷെ അവിടെ ഒരു പ്രത്യേകതയുണ്ട്. നാം മരിക്കുന്നതോടുകൂടി അവസാനിക്കല്ല. ഇന്നൽ ആഖിറ, ഖിയാമത്ത് നാളും വിചാരണയും പരലോകവും ഒക്കെ ഖദ് ഇർതഹലത് മുഖ്ബില, നമ്മോട് അടുത്തു വന്നുകൊണ്ടിരിക്കാൻ. ദുനിയാവ് നമ്മെ ഇട്ട് ഉപേക്ഷിച്ചു പോകുമ്പോ നമ്മുടെ അടുത്തേക്ക് വരുന്നത് ആഖിറമാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, വലികുല്ലി മിൻഹുമാ ബനൂൻ, ഈ ദുനിയാവിനും ആഖിറത്തിനും മക്കളുണ്ട്, ദുനിയാവിനും ആഖിറത്തിനും ആളുകളുണ്ട്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഫകൂനു അബ്നാ അൽ ആഖിറ, നിങ്ങൾ ആഖിറത്തിന്റെ ആളുകളായി മാറണം, ഖിയാമത്ത് നാളിന്റെ ആളുകളായി മാറണം, വിചാരണക്ക് സ്വർഗം ലഭിക്കുന്ന ആളുകളായി മാറണം. വലാ തകൂനു അബ്നാ അദ്ദുനിയ, ദുനിയാവിന്റെ മക്കളായി നിങ്ങൾ മരണപ്പെട്ടു പോകരുത്. കാരണം, അതിനൊരു കാരണം അദ്ദേഹം പറഞ്ഞു, ഫഇന്നൽ യൗമ അമലുൻ, ഇന്ന് ഭൂമി പുറത്ത് നാം ജീവിക്കുമ്പോൾ അമൽ ചെയ്യാൻ പറ്റും, ഇബാദത്ത് എടുക്കാൻ പറ്റും, നന്മകൾ പ്രവർത്തിക്കാൻ പറ്റും, നന്മയുടെ കൂടെ സഞ്ചരിക്കാൻ പറ്റും. പക്ഷേ ആരും ചോദിക്കൂല, വല ഹിസാബ്,
ആരും ഇവിടുന്ന് ഒരു ചോദ്യം ചോദിക്കാനില്ല, അതിനൊരു കൂലി തരാനില്ല. എന്നാൽ വഗദൻ, നീ മരിച്ചാലോ ഹിസാബുൻ വല അമലുൻ, അവിടെ നിനക്ക് ഹിസാബ് മാത്രമാണുള്ളത്. നീ ഒരു ദിക്ർ ചൊല്ലാൻ തീരുമാനിച്ചാൽ, ഒരു 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാൻ തീരുമാനിച്ചാൽ, വല അമൽ, നിനക്കൊരിക്കലും അത് ചെയ്ത് പൂർത്തിയാക്കാൻ പറ്റില്ല, അവസരം കിട്ടൂല, ചെയ്തതിനുള്ള കൂലി മാത്രമാണ് കിട്ടുക എന്ന് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയാം. വിശ്വാസികളെ, ഇതൊന്ന് കണ്ണടച്ചൊന്ന് ചിന്തിച്ചു നോക്കി. ഞാനിങ്ങളൊക്കെ മരിച്ചു പോകുമ്പോ അബ്നാഉ ദുനിയാണോ അല്ലെങ്കിൽ ഈ അബ്നാഉൽ ആഖിറയാണോ, ദുനിയാവിന്റെ മക്കളാണോ ആഖിറത്തിന്റെ മക്കളാണോ എന്ന് നമ്മൾ നല്ലോണം ആലോചിക്കണം. വിശ്വാസത്തിന്റെയും കർമ്മങ്ങളുടെയും പരിശോധനയും പ്രതിഫലവും മാത്രമാണ് മരണത്തോടു കൂടി നമുക്ക് ഉണ്ടാകുന്നത് എന്ന് നമ്മൾ അറിയണം. വിശ്വാസികളെ, അപ്പോൾ ഇബാദത്തിന്റെ മാസമാണ് റമദാൻ. അത് വരുന്നതിന് മുമ്പ് ഇബാദത്തിന് വേണ്ടിയാണ് നമ്മൾ ഒരുങ്ങേണ്ടത്. വിശ്വാസം പവിത്രമായാൽ കർമ്മങ്ങൾ അല്ലാഹു പരിഗണിക്കും, എല്ലാ കർമ്മങ്ങളെയും അല്ലാഹു പരിഗണിക്കും. പക്ഷേ ആ കർമ്മങ്ങളൊക്കെ ഒരു കർമ്മത്തിന്റെ പിന്നിലാണ് നിൽക്കുക. ഏതാണ് ആ മുന്നിൽ നിൽക്കുന്ന കർമ്മം? ഏതാണ് ആ ശ്രേഷ്ഠമായ കർമ്മം? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അത് നിസ്കാരമാണ്. നമ്മളെപ്പോഴും കേൾക്കേണ്ട ഒരു വിഷയമാണ്, നമ്മുടെ ജീവിതത്തെക്കുറിച്ചും ചിന്തിക്കേണ്ട വിഷയമാണ്. എല്ലാ കർമ്മങ്ങളും പഠിപ്പിക്കാൻ ജിബ്രീൽ അലൈഹിസ്സലാം ഭൂമിലോകത്തേക്ക് വന്നിട്ടുണ്ട്. എന്നാൽ നമസ്കാരം എന്ന ഇബാദത്തിന്റെ ശ്രേഷ്ഠത കേൾക്കണോ സഹോദരങ്ങളെ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇസ്രാ മിഅ്റാജ് യാത്രയിൽ ആകാശാരോഹണ സമയത്താണ്, ഉപരിലോകത്ത് ആകാശലോകത്ത് വെച്ചുകൊണ്ടാണ് നമസ്കാരം എന്ന ഇബാദത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിം ഉമ്മത്തിന് ഏറ്റവും ശ്രേഷ്ഠമായി നൽകുന്നത്. അതതിന്റെ പവിത്രതയാണ്, അതതിന്റെ ശ്രേഷ്ഠതയാണ്. ഒരാൾക്ക് മതപരമായ ജീവിതമുണ്ട്, അയാൾ മുസ്ലിമാണ്, അയാൾ പരലോകത്തിന് വേണ്ടിയാണ് ജീവിക്കുന്നത് എന്നതിനുള്ള ഒരേ ഒരു തെളിവുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ തെളിവ് നമസ്കാരം. കാരണം എന്താ അറിയോ? മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ യമനിലേക്ക് പറഞ്ഞയക്കാം. വലിയ ചരിത്രമാണത്, ദീർഘമായ പാഠങ്ങൾ അതിലുണ്ട്. യമനിലെ ഗവർണറായി, യമനിലെ ഖാളിയായി, യമനിലെ ഇമാമായി മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനെ പറഞ്ഞയക്കുമ്പോൾ ധാരാളം വിഷയങ്ങൾ പ്രവാചകൻ ഉപദേശിക്കുന്നുണ്ട്. അതിൽ ഒരു കാര്യം ഇങ്ങനെയാണ്, അലാ ഉഖ്ബിറുക അലാ മുആദ്, ഞാൻ താങ്കൾക്ക് പറഞ്ഞു തരാം, ഉഖ്ബിറുക ബിറഅസിൽ അംർ, ഒരു കാര്യത്തിന്റെ അടിസ്ഥാനം, അതിന്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്, വഅമൂദിഹി, അതിന്റെ തൂണുകൾ എന്ന് പറയുന്നത്, വദർവത്തി സനാമിഹി, അതിന്റെ ഉപരിഭാഗം എന്ന് പറയുന്നത് ഞാൻ നിനക്ക് പറഞ്ഞു തരട്ടെയോ എന്നാണ് അദ്ദേഹം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു പറയുന്നത്. തറയെക്കുറിച്ച്, തൂണിനെക്കുറിച്ച്, അതിന്റെ ഉപരിഭാഗത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു തരാൻ. അപ്പോ അദ്ദേഹം പറഞ്ഞു, ഭലാ യാ റസൂലല്ലാഹ്, അള്ളാന്റെ റസൂലെ താങ്കൾ എനിക്ക് പറഞ്ഞു തന്നാലും. ഉടനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, റഅസുൽ അംരി, കാര്യങ്ങളുടെ അടിസ്ഥാനം എന്ന് പറയുന്നതും, വഅമൂദുഹു, അതിന്റെ തൂണ് എന്ന് പറയുന്നതും, അസ്വലാ, നിസ്കാരമാണ്. ഒരു മനുഷ്യന്റെ തറയും തൂണുമൊക്കെ നിസ്കാരം. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, വദിർവത്തു സനാമിഹി, ഒരാളുടെ ഉപരിഭാഗം എന്ന് പറയുന്നത് അൽ ജിഹാദ്, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദാണ്. എല്ലാം കൊണ്ടുള്ള ജിഹാദ്, ധനം കൊണ്ട്, ശരീരം കൊണ്ട്, മനസ്സുകൊണ്ട്, സായുധമായി എല്ലാം ആ ജിഹാദിലെല്ലാം ഉൾപ്പെടും. നിസ്കാരം പറഞ്ഞിട്ടാണ് ഒരു മനുഷ്യൻ മുഅ്മിനാണ്, മുസ്ലിമാണ്, മുത്തഖിയാണ് എന്ന് അളക്കാൻ അയാൾക്ക് തന്നെയും ചുറ്റുപാടുള്ളവർക്കുള്ള അവലംബം എന്ന് പറയുന്നത് നിസ്കാരമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഈ ഹദീസ് സുപരിചിതമല്ലേ സഹോദരങ്ങളെ? റസൂലുള്ള പറഞ്ഞ ഹദീസാണ്. അദ്ദേഹം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, പ്രവാചകൻ ഇങ്ങനെ പറഞ്ഞു, ഇന്ന അവ്വല മാ യുഹാസിബു ബിഹിൽ അബ്ദു യൗമൽ ഖിയാമ മിൻ അമലി, ഒരു അടിമയെ വിശ്വാസത്തിൽ ശിർക്കില്ലാതെ അള്ളാഹ് പരിഗണിച്ചു. ഓക്കെ, ഓൻ അല്ലാഹു സുബ്ഹാനഹു വ തആല വിചാരണക്കെടുക്കാണ്, നരകത്തേക്ക് പോകാതെ. ഉടനെ അവന്റെ രണ്ടാമത്തെ വിചാരണ അമൽ, അവന്റെ അമൽ ഇബാദത്തിനെ കുറിച്ചാണ്. അത് സ്വലാത്തുഹു, അവന്റെ നിസ്കാരമാണ്. നിസ്കാരമാണ്. ഫഇൻ സ്വലഹത്, അതെങ്ങാനും ശരിയായി കിട്ടിയാൽ, അതിലവൻ വിജയിച്ചാൽ, ഫഖദ് അഫ്ലഹ വ അൻജഹ, അവൻ വിജയിക്കുകയും സുത്യർഹമായ സ്ഥാനം കൈവരിക്കുകയും ചെയ്തു. ഫഇൻ ഫസദത്, ഒരാളെ നിസ്കാരം അത് നാശമായി തീർന്നാൽ, ഫഖദ് ഖാബ വ ഖസിറ,
അവൻ നശിച്ചു, നഷ്ടക്കാരനായി തീർന്നു. എത്ര വലിയ അപകടത്തെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. എന്നിട്ട് റസൂലുള്ള പറഞ്ഞു, ഫഇൻ തഖസ മിൻ ഫരീളത്തി ശൈഉൻ, അവന്റെ ഫറളുകളിൽ വല്ല കുറവും അവൻ അനുഭവപ്പെട്ടാൽ ഖാല റബ്ബപ്പോ വിചാരണക്ക് ഇടപെടുന്നാണ്. മലക്കുകളോട് പറയും, അസ്സ വജല്ല ഉൻദുറു ഹൽ അബ്ദി മിൻ തതവ്വുൻ, എന്റെ അടിമ ആത്മാർത്ഥമായി നിർവഹിച്ച സുന്നത്തായ നിസ്കാരങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടി പറയും. ഉടനെ മലക്കുകൾ അത് പരിശോധിക്കും. ഫയുകമ്മില ബിഹാ മൻ തഖസ മിനൽ ഫരീള, ആ ഫറളിൽ എന്ത് കുറവാണുള്ളത് അത് സുന്നത്ത് കൊണ്ട് അള്ളാഹു പരിഹരിച്ചു കൊടുക്കും. എന്നതിന് ശേഷം സായിർ അമല ദാലിക, ബാക്കിയുള്ള അമലുകൾ പിന്നെ നോക്കും. വിശ്വാസികളെ, ജീവിതത്തിൽ നാം നിർവഹിക്കുന്ന ആരാധനകളിൽ നമുക്ക് ചെയ്ത് ശ്രദ്ധയോടുകൂടി സൂക്ഷ്മതയോടുകൂടി ചെയ്യേണ്ടുന്ന അമലേതെന്ന് ചോദിച്ചാൽ ഞാനും നിങ്ങളും സുബഹി മുതൽ ഇശാ വരെ നിസ്കരിക്കുന്ന ഫറലായ ഇബാദത്താണ്. അതിന് എത്ര കണ്ട് ശ്രദ്ധിക്കാൻ പറ്റുമോ അത്ര കണ്ട് പ്രതിഫലം കിട്ടും, അത്ര കണ്ട് അള്ളാന്റെ അടുത്ത് സ്ഥാനം ലഭിക്കും. നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചോദിച്ചൊരു ചോദ്യമുണ്ട്. സഅലത്തു നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയ്യുൽ അമലി അഹബ്ബു ഇലല്ലാഹ്, അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള അമൽ ഏതാണ്? ഉടനെ റസൂലുള്ള പറഞ്ഞു, അസ്സലാത്തു അലാ വഖതിഹാ, ഒരു അടിമ ആ നിസ്കാരത്തിന് ബാങ്ക് അങ്ങ് വിളിച്ചാൽ അത് സമയത്ത് നിർവഹിക്കലാണ്. വീണ്ടും ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, അയ്യുശൈ, അതിനുശേഷം പിന്നെ ഏതാണ് റസൂലേ? ഉടനെ റസൂലുള്ള പറഞ്ഞു, ബിറുൽ വാലിദൈൻ, എന്റെ മാതാപിതാക്കൾ നീ ശ്രദ്ധിക്കലാണ്, അവർക്ക് പുണ്യം ചെയ്യലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാന വസിയ്യത്ത് എന്താ? റസൂലുള്ള പറയാ, അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ കൂടെ അവസാന സെക്കൻഡുകളിൽ ജീവിച്ച മനുഷ്യനാണ്. ആ സഹാബി പറയാ, കാനത്ത് ആമത്തു വസിയ്യത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ പൊതുവായി ഇങ്ങനെ ഉപദേശിച്ചുകൊണ്ടേയിരുന്നു. ഹീന ഹളറത്തുഹു അൽ വഫാത്ത്, പ്രവാചകന്റെ വഫാത്ത് ഇങ്ങനെ സമീപസ്ഥമായപ്പോ ഏതുവരെ വഹുവ യുഗർഗിറു ബിനഫ്സി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ വലിക്കുന്ന സമയത്ത് യുഗർഗിറു, സഖറാത്തിന്റെ വലിയാണ് പ്രവാചകൻ വലിക്കുന്നത്. അപ്പൊ പറഞ്ഞു, അസ്സലാ അസ്സലാ അസ്സലാ, എന്റെ സഹാബത്തെ നിസ്കാരം ശ്രദ്ധിക്കണം കേട്ടോ, നിസ്കാരം ശ്രദ്ധിക്കണം കേട്ടോ എന്ന് മരണത്തിന്റെ അവസാന വേദനയിൽ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. ആ നിസ്കാരം എങ്ങനെയുണ്ട് നമ്മുടെ? ഞാൻ നിങ്ങൾ എങ്ങനെയാണ് നിസ്കരിക്കണത്? എങ്ങനെ നിസ്കരിക്കേണ്ടതെന്ന് അറിയോ? അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, അത് ശരിയായ രീതിയിൽ പഠിക്കാനാണ്. ശരിയായ രീതിയിൽ പഠിക്കണം. റസൂലുള്ളാഹിന്റെ വീട്ടിൽ പോയി താമസിക്കുമായിരുന്നു ഞാൻ, ചെറുപ്പക്കാർ താമസിക്കുമായിരുന്നു. ഒരിക്കൽ പ്രവാചകന്റെ കൂടെ 20ഓളം ചെറുപ്പക്കാര് പ്രവാചകന്റെ സമീപത്ത് പള്ളിയിൽ താമസിച്ചു പഠിച്ചു. ഞാൻ ഖുർആനും ഹദീസും പഠിച്ചു. അവരങ്ങനെ വീട്ടിക്ക് തിരിഞ്ഞു പോകാം. അപ്പൊ റസൂലുള്ള പറയും, ഇർജിഉ ഇലാ അഹ്ലീക്കും, നിങ്ങൾ നിങ്ങളെ കുടുംബത്തിക്ക് തിരിച്ചു പോകണം. എന്നിട്ട് എന്ത് ചെയ്യണം? ഫഅല്ലിമൂഹും വമുറൂഹും വസല്ലു, നിങ്ങൾ അവരെ പഠിപ്പിക്കണം, അവരോട് കൽപ്പിക്കണം, അവരോട് നിസ്കരിക്കാൻ പറയണം. വസല്ലു, നിങ്ങൾ നിസ്കരിക്കണം. കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ എങ്ങനെ നിസ്കരിച്ചോ അങ്ങനെ നിസ്കരിക്കണം. എങ്ങനെയെങ്കിലും നിസ്കരിക്കാൻ പ്രവാചകൻ പഠിപ്പിച്ചില്ല. സല്ലു, നിസ്കരിക്കണേ. കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ നിങ്ങൾക്ക് എങ്ങനെ നിസ്കരിച്ച് കാണിച്ചു തന്നോ അങ്ങനെ. വഇദാ ഹളറത്ത് സ്വലാത്ത്, നിസ്കാരത്തിന് സമയമായാൽ ഫൽയുഅദ്ദിൻ ലക്കും വരാഅഹദുക്കും, നിങ്ങളിൽ ഒരാൾ ബാങ്ക് വിളിക്കട്ടെ. സുമ്മ ലിയുഅമ്മുക്കും അക്ബറുക്കും, നിങ്ങളിൽ ഖുർആൻ അറിയുന്ന, നിങ്ങളിൽ വലുപ്പമുള്ള ഒരാൾ, പ്രായമുള്ള ഒരാൾ ഇമാമായി നിൽക്കുകയും ചെയ്യട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകമായി പഠിപ്പിച്ചിട്ടുണ്ട്. വിശ്വാസികളെ, അങ്ങനെ ജീവിതത്തെ നാം നോക്കിക്കാണുവാൻ വേണ്ടി നമുക്ക് കഴിയണം. നോക്കൂ നിങ്ങൾ, ഈ ഒരു നിസ്കാരത്തിനെയാണ് ജമാഅത്ത് നിസ്കാരം എന്ന് പറയാം. ഇങ്ങനെ നിസ്കരിക്കുമ്പോഴാണ് പ്രവാചകൻ പഠിപ്പിച്ച നിസ്കാരം നിസ്കരിച്ചതിന്റെ 27 ഇരട്ടി കൂലി കിട്ടാം. അല്ലെങ്കിലോ താളം കാട്ടിയാൽ കൂലി കിട്ടുമെന്ന് പറഞ്ഞിക്കണോ? ഇല്ല. അദ്കാറുകൾ അറിയാതെ നിസ്കരിച്ച കൂലി കിട്ടുമെന്ന് പറഞ്ഞിക്കണോ? ഇല്ല. പ്രവാചകൻ അനുഭവിച്ചതുപോലെ, സഹാബത്ത് അനുഭവിച്ചതുപോലെ ഒരു ഹലാവത്തോടു കൂടി നിസ്കരിക്കാൻ നമുക്ക് പറ്റണം. ആ ഹലാവത്ത് ആസ്വദിക്കാൻ കഴിയാതിരിക്കാൻ നിങ്ങള് അയാൾ ജമാഅത്തായിട്ട് നിസ്കരിക്കുമ്പോഴാ, വീട്ടിൽ നിസ്കരിക്കുമ്പോഴല്ല. അല്ല പറയാ, നിങ്ങൾ നിസ്കാരം നിലനിർത്തണം. സക്കാത്ത് കൊടുക്കണം. വർക്കഉ മഅർ റാക്കിഈൻ,
റുക്കൂ ചെയ്യുന്നവരുടെ കൂടെ. അതാരാ? പള്ളിയിൽ നിസ്കരിക്കുന്ന ആളുകളാ. അവരുടെ കൂടെ നിങ്ങൾ റുക്കൂ നിർവഹിക്കുകയും ചെയ്യണം. നിസ്കാരം ആദ്യം പറഞ്ഞു, സക്കാത്ത് പിന്നെ പറഞ്ഞു, പിന്നെ നിസ്കാരം തന്നെ പറഞ്ഞു. ആദ്യം നിസ്കരിക്കണം എന്നാ പറഞ്ഞ്, പിന്നെ വർക്കഉ മഅർ-റാക്കിഈൻ, റുക്കൂ ചെയ്യുന്നവരുടെ കൂടെ റുക്കൂ ചെയ്യണം എന്നാണ്. എന്താ? റുക്കൂ ചെയ്യുന്ന ആളുകൾ പള്ളിയിലുണ്ടാവുക, വഖത്തിനുണ്ടാവുക, അവിടെ നമ്മൾ ഉണ്ടാവണം. ഏതുവരെ? ശത്രുക്കളോട് യുദ്ധം ചെയ്യുമ്പോൾ പോലും അള്ളാഹുവിന്റെ റസൂൽ യുദ്ധക്കളത്തിൽ പോലും ജമാഅത്തായി നമസ്കരിക്കണം എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മളെപ്പോഴും കേൾക്കുന്ന ഒരു ഹദീസില്ലേ, അബ്ദുല്ലാഹിബ്നു ഉമ്മ മക്തൂം റളിയല്ലാഹു അൻഹുവിന്റെ കാര്യം. അന്ധനായിരുന്നു, വഴികാട്ടിയില്ല, വീട് വളരെ ദൂരെയായിരുന്നു, ഇഴജന്തുക്കൾ ഉണ്ടായിരുന്നു. 4 കാരണങ്ങൾ അബ്ദുല്ലാഹിബ്നു ഉമ്മ മക്തൂം റളിയല്ലാഹു അൻഹു പ്രവാചകനോട് പറയുന്നുണ്ട്. പ്രവാചകനും തോന്നി ഒരു ഒഴിവ് കൊടുക്കാൻ പറ്റുമല്ലോ, കണ്ണു കാണാത്ത മനുഷ്യനല്ലേ. അള്ളാന്റെ റസൂല് തിരിഞ്ഞിങ്ങനെ നടക്കണേ ഉമ്മ മക്തൂമിനെ തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു, ഫഹല്ലി റുഖ്സ അൻ ഉസല്ലി ഫി ബൈത്തി, വീട്ടിൽ വെച്ച് നിസ്കരിക്കാൻ ഉമ്മ മക്തൂമേ അനക്കൊരു ഇളവ് ഞാൻ കാണുന്നില്ല കേട്ടോ. കാരണം ഹൽ തസ്മഉ നിദാ, നീ ബാങ്ക് കേൾക്കോ എന്ന് ചോദിച്ചു. നഅം, ഉടനെ അദ്ദേഹം പറഞ്ഞു, റസൂലേ ഞാൻ കേൾക്കുന്നുണ്ട്. ലാ അജ്ദു ലക റുഖ്സ, അനക്കൊരു ഉദ്റും ഞാൻ തരൂല, അതിന് ഇളവില്ല കേട്ടോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ണു കാണാത്ത, വീട്ടിൽ നിന്ന് കൈ പിടിക്കാൻ ഒരു കുഞ്ഞു ബാലൻ മാത്രമുള്ള അബ്ദുല്ലാഹിബ്നു ഉമ്മ മക്തൂം റളിയല്ലാഹുവിനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിശ്വാസികളെ, നമ്മളൊക്കെ സൗകര്യവും ഇടപാടുകളും ഒക്കെ ഒന്ന് ചിന്തിക്കുന്നത് നന്നാവും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ രോഗിയായി കിടന്നിട്ടോ, രോഗിയായി, അദ്ദേഹത്തിന് എഴുന്നേറ്റിക്കാൻ പറ്റില്ല. ആ പ്രവാചകൻ അനസ് റളിയല്ലാഹു അൻഹുവിനെയും അലി റളിയല്ലാഹു അൻഹുവിനെയും വിളിക്കുക. എന്നിട്ട് ഫഖറജ ബൈന റജുലൈനി, ആ പ്രവാചകന്റെ കാലുകളിൽ എഴുന്നേറ്റ് നിന്ന് തോളിൽ പിടിച്ചു. അദ്ദേഹത്തിന്റെ റിജ്ലാഹു, പ്രവാചകന്റെ കാലുകൾ നിലത്തിങ്ങനെ വലിച്ചാണ് പോയത്. കാല് ഉറച്ചു കഴിഞ്ഞിട്ട് വലിച്ചിട്ടാണ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവും അബ്ബാസ് റളിയല്ലാഹു അൻഹുവും പ്രവാചകനെ പള്ളിയിലേക്ക് കൊണ്ടുപോയത്. എന്തൊരു ഗൗരവ സഹോദരങ്ങളെ! ആ നമസ്കാരത്തെ, നമ്മുടെ ജീവിതത്തെ ശരിക്കങ്ങ് ചേർത്ത് പിടിക്കാൻ നമുക്ക് കഴിയണം. നോക്കൂ നിങ്ങൾ, ജമാഅത്ത് നമസ്കരിക്കാൻ പോകാത്തവരോട് അള്ളാന്റെ റസൂല് പറഞ്ഞ എന്താ? ഒരു രോഷം പ്രകടിപ്പിച്ചൊരു ഹദീസ് എപ്പോഴും കേൾക്കണല്ലേ. ഒരാളെ ഞാൻ ഇമാമ് നിർത്തി ഒരു തീപ്പന്തമെടുത്ത് നിസ്കരിക്കാൻ പള്ളിക്ക് വരാത്തവരുടെ വീടുകൾ കത്തിച്ചു കളയട്ടെ എന്ന് ഞാൻ വിചാരിച്ചു പോയി. നമ്മളൊക്കെ വീട് ഒന്ന് ആലോചിക്കും. ഞാനും നിങ്ങളൊക്കെ നിസ്കരിക്കാത്തതിന്റെ പേരില് പ്രവാചകൻ ജീവിച്ചിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? കാരണല്ലാതെ സഹോദരങ്ങളെ, ഒരാൾ ജമാഅത്ത് നമസ്കരിക്കാതെ മാറി നിന്നാൽ അവന് പിന്നെ നിസ്കരിച്ചിട്ട് കാര്യമില്ല. മൻ സമിഅ അന്നിദാ, ഒരാൾ ബാങ്ക് കൊടുക്കുന്നത് കേട്ടു, സുബൈന്റെ ബാങ്ക്, അസ്സലാത്തു ഖൈറും മിനൻ നൗം കേട്ടു, അവന്റെ മൊബൈൽ 5 മണിക്ക് അലാറടിച്ചു, എന്നിട്ട് തിരിഞ്ഞങ്ങോട്ട് കടന്നു. ഫലം യുജിബ്, അവൻ ആ ബാങ്കിന് ഉത്തരം നൽകിയില്ലെങ്കിൽ ഫലാ സ്വലാത്ത ലഹു ഇല്ലാ മിൻ ഉദ്ർ, ഒഴിവ് കഴിവുള്ളവനല്ലാതെ അവൻ നമസ്കാരം അല്ലാഹു സ്വീകരിക്കുകയില്ല. ആരാണ് ഒഴിവ് കഴിവ്? രോഗിയാണ്. അള്ളാഹുവിന്റെ റസൂല് പറയാ, ജമാഅത്ത് ഉപേക്ഷിച്ചോ കപട വിശ്വാസിയ. അബ്ദുല്ലാ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞൊരു ഹദീസ് ഉണ്ട്, ലഖദ് റഅയ്തുനാ വമാ യതഖല്ലഫു അനി സ്വലാ, ജമാഅത്ത് പള്ളിയിൽ വന്ന് ജമാഅത്തായിട്ട് നിസ്കരിക്കാത്ത ആളുകളെ ഇല്ല മുനാഫിഖുൻ ഖദ് ഉലിമ നിഫാഖുഹു, നാട്ടിൽ അറിയപ്പെട്ട മുനാഫിഖല്ലാതെ, സ്വർഗത്ത് പോലാൻ തീരുമാനിച്ചവനല്ലാതെ പള്ളിക്ക് ജമാഅത്തിന് വരാതിരിക്കുകയില്ല. ഔ അല്ലെങ്കിൽ മരീദുൻ, അവൻ രോഗിയായിരിക്കും. ഇൻകാനൽ മരീദു ലയംശി ബൈന റിജ്ലൈനി ഹത്താ യഅതിയ സ്വലാം, രോഗിയായാലും പോരാ, 2 കാലും എഴുന്നേറ്റ് നടക്കാൻ കഴിയാത്ത വിധം രോഗിയായി കടന്നവൻ ഒഴികെ എന്ന ഹദീസിന്റെ അർത്ഥം. ഒന്ന് എഴുന്നേറ്റിക്കാൻ പറ്റിയെങ്കിൽ പള്ളി പോണെന്നാ അള്ളാന്റെ റസൂൽ പഠിപ്പിക്കണേ. അള്ളാന്റെ റസൂലിന്റെ സുന്നത്തും അതാണ് 2 ആളെ തോളി തൂങ്ങിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങോട്ട് പോയത്. എത്ര ഗൗരവം! അത്രമാത്രം പ്രതിഫലാർഹമാണ്. നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഒരു കാര്യം അദ്ദേഹം പറയാ, അബ്ദുല്ലാ റളിയല്ലാഹു പറയാ, ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലമന, ഞങ്ങളെ റസൂല് പഠിപ്പിച്ചു, സുനനൽ ഹുദാ വ ഇന്ന മിൻ സുനനിൽ ഹുദാ, ഒരാൾ പ്രവാചകന്റെ സുന്നത്ത്, നേർമാർഗമാകുന്ന സുന്നത്തിനെ
പ്രവാചക ചര്യയെ ആരെങ്കിലും സ്വീകരിക്കുന്നുവെങ്കിൽ അസ്സലാത്തു ഫിൽ മസ്ജിദ് അല്ലദീ യുഅ്ദനു ഫീ, ബാങ്ക് വിളിക്കപ്പെട്ട സ്ഥലത്ത് പോയി നിസ്കരിക്കലാണ് പ്രവാചകന്റെ യഥാർത്ഥ അനുചരൻ എന്ന് അദ്ദേഹം നമ്മെ പ്രത്യേകമായി പ്രവാചകൻ പഠിപ്പിച്ച അധ്യാപനം പഠിപ്പിക്കുന്നുണ്ട്. വിശ്വാസികളെ, എന്താണ് ഇത്ര ഗൗരവം എന്ന് ചോദിച്ചാൽ, അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച പ്രകാരം ജീവിച്ചില്ലെങ്കിൽ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നരകം ഒരുക്കിയിട്ടുണ്ട് എന്നുള്ള പേടിയാണ് നമ്മൾ ഓർക്കേണ്ടത്. അങ്ങനെ ജീവിതത്തിൽ ഈ ഒരു പരിശുദ്ധ റമളാനിനെ സ്വീകരിക്കാൻ നമുക്ക് അല്ലാഹു ആയുസ് നൽകുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഈ ഇബാദത്ത് പ്രവാചകൻ പഠിപ്പിച്ചതുപോലെ പഠിച്ചെടുക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നൽ ഹംദലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹാദരണീയരായ വിശ്വാസിനികളെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു ഏറെ ശ്രേഷ്ഠതയോടുകൂടി പഠിപ്പിച്ച ഒരു ഇബാദത്താണ് നമസ്കാരം എന്ന് പറയുന്നത്. ആ നമസ്കാരം ഏറ്റവും ശ്രേഷ്ഠമാകുന്നത് എത്ര തിരക്കുണ്ടെങ്കിലും ശർഈയായ അള്ളാന്റെ മുമ്പിൽ ബോധ്യപ്പെടുത്താൻ പറ്റുന്ന ഒരു കാരണം ഉണ്ടെങ്കിലല്ലാതെ അത് പിന്തിക്കുവാനോ മുന്തിക്കുവാനോ ജമാഅത്തിൽ നിന്ന് പിന്മാറുവാനോ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു അവസരം നൽകിയിട്ടില്ല. എന്തുകൊണ്ട്? നമ്മുടെ ജീവിതത്തിൽ മരണത്തിന് ശേഷം ലഭിക്കാനിരിക്കുന്ന സ്വർഗം എന്ന് പറയുന്നത് അമൂല്യമാണ്. മൂല്യമുള്ള ഒരു വസ്തു വാങ്ങാൻ മൂല്യമുള്ളത് ദുനിയാവിൽ നൽകുന്നവരാണ് നമ്മൾ. ഒരു പവൻ സ്വർണം നമുക്ക് മൂല്യമുള്ളതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ആ മൂല്യമുള്ള ഒരു പവൻ കിട്ടണമെങ്കിൽ അത്ര മൂല്യമുള്ള സ്വർണം ലഭിക്കണമെങ്കിൽ അത്ര മൂല്യമുള്ള പണം നമ്മൾ കൊടുക്കണം, അല്ലേ? നമ്മുടെ ജീവിതത്തിന്റെ അമലുകൾ കൊണ്ടൊന്നും എത്തിപ്പിടിക്കാൻ കഴിയാത്ത സ്വർഗമാണ് നമുക്ക് അള്ളാഹു നൽകാം എന്നേറ്റിട്ടുള്ളത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സഹാബത്തിനോട് പറഞ്ഞു, നിങ്ങൾ ഇബാദത്ത് കൊണ്ട് അള്ളാഹിന്റെ സ്വർഗത്തിന് യോഗ്യരാവൂല. സഹാബത്തൊക്കെ പേടിച്ചുപോയി. അവരെ രാവും പകലുമില്ലാതെ നമസ്കരിക്കുന്നവരാണ്, ഖുർആനോട് ബന്ധം സ്ഥാപിക്കുന്നവരാണ്, നോമ്പനുഷ്ഠിക്കുന്നവരാണ്, ഒക്കെ സ്വർഗം കിട്ടാനാണ്. അപ്പൊ അള്ളാഹിന്റെ റസൂൽ പറഞ്ഞു, കാരണം അതിനത്ര മൂല്യമുണ്ട്. അള്ളാഹു ഇഷ്ടപ്പെടുന്ന ആളുകളെ അതുകൊണ്ട് തന്നെ കഠിനമായി അള്ളാഹു പരീക്ഷിക്കും. രോഗം കൊണ്ട്, മറ്റു പ്രതിസന്ധികൾ കൊണ്ട്, പ്രയാസങ്ങൾ കൊണ്ടൊക്കെ അള്ളാഹു അത്തരം മനുഷ്യരെ പരീക്ഷിക്കുന്ന. അപ്പൊ ആ പരീക്ഷണങ്ങളുടെ കൂടെ ഇബാദത്തിനോടുള്ള ഇഷ്ടം അവർക്ക് വർദ്ധിക്കും. അഹ്മദ് ബിൻ ഹംബലിന്റെ ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ പറ്റും. അദ്ദേഹത്തെ കഠിനമായി അന്നത്തെ ഭരണാധികാരി ശിക്ഷിച്ചു. ഇരുമ്പ് ചട്ടി, ഇരുമ്പിന്റെ വലിയ പലകകൾ കൊണ്ട് അദ്ദേഹത്തെ കഠിനമായി മർദ്ദിച്ചു. ഓരോ അടിക്കും ശരീരത്തിൽ നിന്ന്, എല്ലിൽ നിന്ന് മാംസം വേർപ്പെട്ട് തെറിച്ചിരുന്നു. അത്ര വലിയ അടിയായിരുന്നു അദ്ദേഹത്തെ ചമ്മട്ടി കൊണ്ട് അടിച്ചിരുന്നത്. പക്ഷേ ആ സമയത്തൊക്കെ ക്ഷമയോടുകൂടി അദ്ദേഹം ഇരുന്നു എന്ന് മാത്രമല്ല, പ്രാർത്ഥനയോടുകൂടി നമസ്കരിച്ചു. അദ്ദേഹം പറയണേ, അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ കാണാൻ പറ്റും, ഞാൻ ജയിലിന്റെ ഇരുണ്ട അറകളിൽ ചെന്ന് ഞാൻ നിസ്കരിക്കാൻ നിന്നു. വേദന കടിച്ചമർത്തി ബോധരഹിതനായി വീണ്ടും എഴുന്നേറ്റ് നിസ്കരിച്ചു. ഖിബില എനിക്കറിയില്ല. ഞാൻ തപ്പിത്തടഞ്ഞ് ഖിബിലക്ക് നേരെ തിരിയാൻ ശ്രമിച്ചു. അങ്ങനെ നേരം പുലർന്നപ്പോ അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് ഞാൻ ഖിബിലക്ക് നേരെ തിരിഞ്ഞുകൊണ്ടാണ് നമസ്കരിച്ചിരുന്നത്. എന്നാൽ ആ സമയത്തും അദ്ദേഹം പിറ്റേ ദിവസവും തൊട്ടടുത്ത ദിവസങ്ങളിലും രോഗിയായിരിക്കെ ഞാൻ നോമ്പനുഷ്ഠിച്ചിരുന്നു എന്നൊക്കെ അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ പറ്റും. വിശ്വാസികളെ, അത് വായിക്കുമ്പോഴാണ്, അത് കേൾക്കുമ്പോഴാണ് നമ്മളൊക്കെ അള്ളാഹിന്റെ സ്വർഗത്തിനു വേണ്ടി എന്ത് അമല് ചെയ്തു. ഞാൻ നിങ്ങൾ 5 നേരം നിസ്കരിക്കുന്ന ആളുകളാ. അള്ളാഹിന്റെ റസൂല് സ്വല്ലോ കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ നിസ്കരിച്ച പോലെ നിസ്കരിക്കണം കേട്ടോ എന്ന് പറഞ്ഞപ്പോ ആ നിസ്കാരത്തിന്റെ തക്ബീർ മുതൽ തസ്ലീം വരെ പ്രവാചകൻ പഠിപ്പിച്ചതുപോലെ പഠിച്ചിട്ടുണ്ടോ?
അതിന്റെ ഓരോ ലഫ്ളിലും എന്തൊക്കെ അർത്ഥമുണ്ട്, എന്തൊക്കെ ആശയമുണ്ട്, അത് നെഞ്ചത്ത് കൈവച്ച് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാനുള്ള വിവരം നമുക്കുണ്ടോ? ഇല്ല, പഠിച്ചിട്ടില്ല. ഞാനിങ്ങളും റമദാൻ വന്നാലും നോമ്പ് അനുഷ്ഠിക്കും, റമദാന് ശേഷം നമ്മൾ ജീവിക്കും. പക്ഷേ അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചതുപോലെ സ്വർഗത്തിലേക്ക് എത്താൻ ഇബാദത്ത് മാത്രം നമ്മളെ കയ്യിലുണ്ടാവില്ല. അതുകൊണ്ട് പഠിക്കണം കേട്ടോ, നന്നായി പഠിക്കണം. ഓരോ ലഫ്ളും എന്തൊക്കെ തിരക്കുണ്ടോ ആ തിരക്കൊക്കെ മടക്കി വെച്ച് നമ്മെ ആളുകൾ യാത്രയാക്കുമ്പോ ആരും കൂടെ പോരൂല, ഭാര്യ പോരൂല, മക്കൾ പോരൂല. ഉണ്ടാക്കി വെച്ച സ്വത്തിന്റെ ഒരു നയാ പൈസ നമ്മളെ ഖബറിലേക്ക് അവർ വെക്കൂല, ഒക്കെ അവർ ഓരി വെച്ചെടുക്കും. പക്ഷേ കൊണ്ടുപോകാൻ നിസ്കാരവും നോമ്പും നാം ദാനം ചെയ്തതും സകാത്ത് കൊടുത്തതും സൽസ്വഭാവിയായി ജീവിച്ചതും മാത്രമേ ഉണ്ടാകുള്ളൂ. അത് കൊണ്ടുപോകാൻ റെഡി ഉണ്ടോ എന്നല്ല ചോദിക്കണേ. ഒരു അറ്റാക്ക് വന്ന് മരിക്കുന്നതിന് മുമ്പ്, റോഡിൽ കിടന്ന് ആക്സിഡന്റായി പടഞ്ഞു മരിക്കുന്നതിന് മുമ്പ് നിനക്ക് ലഭിച്ച ആയുസ് കൊണ്ട് റഹ്മാനായ റബ്ബിന്റെ കോടതിയിലേക്ക് യാത്ര പോകാൻ റെഡിയുണ്ടോ എന്ന് അള്ള ചോദിക്കുക. ഈ ശഅബാൻ മാസത്തിൽ ഒരുങ്ങിയിട്ടുണ്ട് റഹ്മാനെ എന്ന് പറഞ്ഞാൽ ഇതിന്റെ അടിയിൽ നിന്നാണ് മരിച്ചു പോയാലും അള്ള സ്വർഗം തരും. കാരണം എന്താ അറിയോ? തഖ്വയോട് കൂടി പശ്ചാത്തപിച്ചവനെ അള്ളാഹു സ്വീകരിക്കും. ഹത്താ ഇദാ ജാഅ അഹദഹുൽ മൗത്ത്. മനുഷ്യന്മാരെങ്ങനെ അറിയോ? ഇതിനൊക്കെ നേരെ എതിരാ. അവർക്ക് മരണം അടുത്തു വന്നാൽ ഖാല റബ്ബിർജിഊൻ, ഈ പറഞ്ഞതപ്പ അവർ പറയും, പടച്ചോനെ മയ്യത്തും കട്ടിലും കടന്നിട്ടോ അങ്ങനെ പറയും. അല്ലെങ്കിൽ ആ കടക്കണേ ഹോസ്പിറ്റലിലെ വാർഡ് കിടന്നിട്ടും പറയും, പടച്ചോനെ എനിക്ക് കുറച്ചും കൂടി ആയുസ് കൊണ്ടാ, ജിന്നൊന്ന് കാക്ക് റബ്ബേ, ഞാൻ അന്നെ അറിയുന്നവനായിരുന്നു, എനിക്കെല്ലാം അറിയായിരുന്നു, കുറച്ചു സമയം കൂടി കൊണ്ട. എന്നിട്ട് വിലപിക്കുന്ന എന്താറിയോ? ഭാര്യന്റെ കൂടെ ജീവിക്കണം എന്നാണോ? എന്റെ സ്വത്ത് വിറ്റഴിക്കണം എന്നാണോ? അല്ല, ലഅല്ലി അഅമലു സ്വാലിഹൻ ഫീമാ തറക്തു. അതാ അറിഞ്ഞുകൊണ്ട് ഞാൻ ഉപേക്ഷിച്ചു പോയ അമലൊക്കെ ഞാൻ ചെയ്തോളാം, ഒക്കെ ഞാൻ ചെയ്യാം, എനിക്ക് കുറച്ച് സമയം കൊണ്ട. ആ വിലാപം കേൾക്കോ? അല്ല പറഞ്ഞു, കല്ല, വേണ്ടടോ, വേണ്ട വേണ്ട, എന്റെ ആ വർത്തമാനം എനിക്ക് വേണ്ട. ഇന്നഹ കലിമത്തുൻ ഹുവ ഖായിലുഹ, ഇതൊരു വെറും വർത്തമാനമാണ്, വെറും വർത്തമാനമാണ്. വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബ്അസുൻ, ഖിയാമത്ത് നാൾ വരെ നീണ്ടു നിൽക്കുന്ന ഖബറിലെ ശിക്ഷ നിനക്ക് വരാനുണ്ട് എന്ന് സൂറത്ത് മുഅ്മിനൂനിലെ 99, 100 ആയത്തൊന്ന് പഠിച്ചു നോക്ക്. അള്ളാഹ് നമ്മളോട് കാതിൽ വന്ന് പറയുന്ന വർത്തമാനമാണ്. വിശ്വാസികളെ, ഒരവസരം കിട്ടിയിട്ട് പ്രയോജനപ്പെടുത്താത്തവൻ ഈ ദുനിയാവിലെ വലിയ വിഡ്ഢിയായിട്ടല്ലേ നമ്മൾ കാണാം. മരിക്കുമ്പോ പമ്പര വിഡ്ഢിയായി മരിക്കുമോ നമ്മളെന്ന് ആത്മാർത്ഥമായി ചിന്തിച്ചുകൂടെ? ആ ഇബാദത്തുകളൊന്ന് ശരിക്കൊന്ന് പഠിച്ച് അള്ളാഹിന്റെ ഖുർആൻ ഒന്ന് കയ്യിലെടുക്കാൻ തീരുമാനിച്ച് ഒരു ഉറപ്പിച്ച മനസ്സുമായി ജീവിക്കാൻ ഇനിയുള്ള നാളുകൾ നമുക്ക് സാധ്യമായാൽ റമദാൻ ഏറ്റവും നല്ല പുണ്യങ്ങളുടെ മാസമായി നമുക്ക് ആചരിക്കുവാനും ഉൾക്കൊള്ളുവാനും അത് മുഖേന സ്വർഗം ലഭിക്കുന്നവരിൽ അള്ളാഹു ഉൾപ്പെടുത്തുവാനുമുള്ള സ്ഥാനം നമുക്ക് ലഭിക്കും. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിലെ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാവട്ടെ. അള്ളാഹുവിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാൻ റഹ്മാനായ റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സഹോദരങ്ങൾ എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ പരിശുദ്ധ റമളാനിനെ സ്വീകരിക്കുവാനും ഉൾക്കൊള്ളുവാനും പ്രതിഫലാർഹമാക്കി തീർക്കുവാനും മനസ്സും ശരീരവും ധനവും എല്ലാം ശുദ്ധമാക്കി ജീവിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.